ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നെന്താ പ്രത്യേകത? ഇന്ന് കുംഭമാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയാണ്. ഇന്ന് വ്യാഴാഴ്ചയും കൂടിയാണ്. ഇന്ന് എല്ലാ അമ്പലങ്ങളിലും വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്, 1-ാം തീയതി ആയതുകൊണ്ട്. പിന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമൊക്കെ വ്യാഴാഴ്ചയും കൂടി ആയതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഇവിടെ അടുത്തൊരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്, തൃക്കോയിക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. നരസിംഹസ്വാമി ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ അപൂർവമാണല്ലോ. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ തൊഴുന്ന അമ്പലമാണ്. വ്യാഴാഴ്ച വളരെയധികം പ്രത്യേകതയാണ് ഇവിടെ. പിന്നെ പാൽപ്പായസം, പാനകം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. പാനകം വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ, ഞായറാഴ്ച ഇല്ല. ബാക്കി പാൽപ്പായസം മിക്കവാറും എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഇന്ന് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടായിരുന്നു. പിതൃപൂജ, തിലഹോമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി പ്രസാദമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ കുറച്ച് കടയിലൊക്കെ പോകേണ്ട അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ വെക്കുന്ന തത്രപ്പാടിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇരിക്കുന്നത്. പിന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ എല്ലാ ദിവസവും. ഇന്നിനിയിപ്പം പ്രത്യേകിച്ച് പറയാനെന്തോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വൈകിട്ട് ഒക്കുന്നെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. സിനിമ പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് കൊല്ലം ജില്ലക്കാരെ കളിയാക്കിക്കൊണ്ടുള്ള സിനിമയാണെന്നാണ് പറയുന്നത്. കൊല്ലം ജില്ലക്കാരുടെ സ്ത്രീധന മോഹവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ആ സിനിമയിൽ പ്രതിപാദിക്കുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞു, കൊല്ലം ജില്ലക്കാർക്ക് മൊത്തത്തിൽ നന്നായിട്ട് അതിൽ പറയുന്നുണ്ട്. കൊല്ലം ജില്ലക്കാരെ കളിയാക്കിക്കൊണ്ടാണ് മൊത്തവും പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ബേസിൽ ജോസഫാണ് അതിൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്നത്. ഈ കല്യാണത്തിൻ്റെ തലേന്നുള്ള പിരിവും അതിനെക്കുറിച്ചും പിന്നെ സ്വർണം കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ചുള്ള അമ്മായിയമ്മമാരുടെ കുറ്റവുമൊക്കെയാണ് പറയുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ മാത്രമൊന്നുമില്ല, എല്ലാ ജില്ലകളിലും അമ്മായിയമ്മയും സ്വർണമൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൊല്ലം ജില്ലയിൽ ഇച്ചിരി കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ സ്ത്രീധന മോഹികളും പിന്നെ എല്ലാവരും പൈസ നോക്കി, കുട്ടികളുടെ സ്വർണം നോക്കിയൊന്നും അല്ല എല്ലാവരും കല്യാണം കഴിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരെ മാത്രം കുറ്റം പറയണ്ട. ഇത് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ടല്ലോ. ഒരു മോളോ ഒരു മോനോ ഒക്കെ കാണുള്ളൂ, അത് വാങ്ങിക്കാനും തയ്യാറായിട്ട് നിൽക്കും. അതേപോലെ തന്നെ എൻ്റെ മോൾക്ക് എത്ര കൊടുത്താലും മതിയാവത്തില്ല എന്ന് കരുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കൂട്ടുകാരിയുടെ മോൾക്ക് ഇത്ര കൊടുത്തു, ബന്ധുക്കളുടെ മോൾക്ക് ഇത്ര കൊടുത്തു, അപ്പോൾ പിന്നെ നമ്മൾ ഒട്ടും കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ കൊടുക്കും. പിന്നെ ഈ കൊച്ചു ജനിക്കുമ്പോൾ മുതലേ വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ട് പിന്നെ അതെല്ലാം കൂടെ കല്യാണത്തിൻ്റെ അന്ന് എടുത്തിടും. അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അധികം സ്വർണ്ണമൊന്നും ഇടുന്ന ഇഷ്ടമല്ല. എല്ലാവരും ഒരു കൊച്ചൊരു 100-150 കൊടുത്ത് വിടുന്ന കുട്ടികൾ പോലും പിറ്റേ ദിവസം ഒരു കനം കുറഞ്ഞ ഒരു മാല, അതിനകത്തൊരു താലി മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ താലിയില്ല, മാലയില്ല. അവരുടെ സാരിക്ക് ചേരുന്ന ഡ്രസ്സ്, ആഭരണമൊക്കെ ഇട്ടാൽ അവർ നടക്കുന്നത്. അല്ലാതെ അവർക്കാർക്കും ഇതിലൊന്നും താല്പര്യമില്ല. ഒരു പുതിയ തലമുറയിലും അല്ല, ഒരുപാട് പഴയ തലമുറയിലും അല്ലാതെ ഒരു മധ്യത്തിൽ വന്ന ഒരാൾക്കാർക്കുണ്ട്. അവർക്കേ ഉള്ളായിരുന്നു ഈ ആഭരണത്തിനോടൊക്കെ ഇത്ര താല്പര്യവും. എൻ്റെ മോൻ ഇത്ര വേണം, എൻ്റെ മകൾക്ക് ഇത്ര കൊടുക്കണം എന്നും പറഞ്ഞൊക്കെ കണ്ടെത്തി വെക്കുന്നത്. ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അതുപോലെ കൊല്ലക്കാർ എല്ലാം അങ്ങനെ സ്വർണത്തിനോട് മോഹമുള്ളവരും സ്വത്തിനോട് മോഹമുള്ളവരും ഒന്നുമല്ല. ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ കൊല്ലവും തിരുവനന്തപുരംകാർക്ക് കുറച്ച് സ്വർണത്തിനോട് ആർത്തി കൂടുതലെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ജില്ലക്കാർക്ക് എപ്പോഴും പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിലോട്ട് പെണ്ണിനെ തരുന്നേ ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എല്ലാ ജില്ലയിലും ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷേ കൊല്ലം ജില്ലയിൽ ചിലപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ ഇച്ചിരി ആർത്തി കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പേരുദോഷം കിട്ടാനുള്ള കാരണം. കൂടുതൽ സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായിട്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പക്ഷെ കുറച്ച് തോനെ സ്വർണം കൊടുക്കും അമ്മയ്ക്കും അച്ഛനും, ഇല്ലാതെ സഹിക്കരുത്. അവർക്ക് ഓർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കുട്ടികളെ ഒരു സ്വർണത്തിൽ മുക്കി വിടുന്ന രക്ഷകർത്താക്കളും ഉണ്ട്. അത് ചോദിച്ച് വാങ്ങിക്കുന്നില്ലെങ്കിലും അവർക്ക് മനസ്സിലാവും ഇത്രയൊക്കെ കിട്ടും എന്നുള്ളൊരു മതിപ്പ് വില വെക്കും. അത് അങ്ങനെ നോക്കി കല്യാണം കഴിക്കുന്നവരും ഉണ്ട്.
ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട്. ഒരു നൂല് പോലും സ്വർണം മേടിക്കാതെ കല്യാണം കഴിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാ കൊല്ലം ജില്ലക്കാരെയും മൊത്തത്തിൽ പറയണ്ട. പിന്നെ അമ്മായിയമ്മയ്ക്ക് വള, പിന്നെന്തോ നാത്തൂമാർക്ക് വള, പിന്നെ ചെറുക്കന് മാല, എനിക്കറിയത്തില്ല. അങ്ങനെ ആകപ്പാടെ സ്വർണ്ണമയമാണ് കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയൊക്കെ. പിന്നെ ബാക്കിയുള്ള ജില്ലകളിൽ ഇത്രയും സ്വർണം ചെറുക്കന് കൊടുക്കും. അങ്ങനെ അമ്മായിയമ്മയ്ക്ക് വളയും ചെറുക്കന് മാലയൊക്കെ കൊടുക്കുമെന്ന് തോന്നുന്നു മറ്റുള്ള ജില്ലകളിൽ. എനിക്കറിയില്ല. ഇതൊക്കെ ഇപ്പം ഒരു 10-20-15 വർഷം കൊണ്ടൊക്കെ ഉള്ള ഒരു ചടങ്ങുകളാണ് ഇതൊക്കെ. പണ്ട് എൻ്റെ ഒന്നും കല്യാണത്തിനൊന്നും അമ്മായിയമ്മയ്ക്ക് വളയൊന്നും കൊടുക്കുന്ന ചടങ്ങേ ഇല്ലായിരുന്നു. അമ്മായിയമ്മയ്ക്കും വള കൊടുക്കത്തില്ല, നാത്തൂനും വള കൊടുക്കത്തില്ല. അങ്ങനെയൊന്നും ഒരു ചടങ്ങൊന്നും 90കളിൽ കല്യാണം കഴിച്ച ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു 98 അങ്ങനെയൊക്കെ ഒരു 90 ആ സമയത്തൊക്കെ ഉള്ള ചടങ്ങുകളാണ്. ഒരു 10-15 വർഷം കൊണ്ടൊക്കെ ഈ ചടങ്ങുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഞങ്ങളൊന്നും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും ചടങ്ങുകളൊന്നുമില്ല. അന്നും സ്ത്രീധനമൊന്നും ചോദിക്കാതെ കല്യാണം നടത്തിയ കല്യാണമായിരുന്നു എൻ്റേതൊക്കെ. അതുകൊണ്ട് അങ്ങനൊന്നും എല്ലാവരും ഒന്നും സ്വർണം മോഹിച്ച് കല്യാണം കഴിക്കുന്നവരൊന്നും അല്ല. എന്തായാലും സിനിമ കണ്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട്, സിനിമയിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സമയം കിട്ടുന്ന സാഹചര്യം ഒക്കെമെങ്കിൽ വൈകിട്ട് പോകണമെന്ന് കരുതുന്നു. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയാനെന്തോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.